ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിൽ അടിവരയിടുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തര പ്രതിവിധി തേടുകയാണ് ഹൃദയ ചികിത്സാ വിഭാഗം. 4000-ഓളം ഹൃദയ രോഗികളാണ് 5 മെഡിക്കൽ കോളേജുകളിലുമായി മാസങ്ങളായി ചികിത്സയ്ക്കായി ഊഴം കാത്തിരിക്കുന്നത്. രോഗം കണ്ടെത്തി 6 മാസമെങ്കിലും കാത്തിരുന്നാലേ വിദഗ്ധ ചികിത്സ കിട്ടും. സമയം രാത്രി 10:30 കഴിഞ്ഞിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗികളുമായി ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസം മുട്ടും വയ്യായികയുമായി വന്നതാണ് ഈ അമ്മ. അമ്മയുടെ പ്രാഥമിക പരിശോധനകൾ കഴിഞ്ഞു. സ്കാൻ റിപ്പോർട്ട് വേണം. 1 മണിക്കൂറിന് ശേഷവും സ്കാൻ ചെയ്യാനാവാത്ത കുറിപ്പുമായി കൂട്ടിരിപ്പുകാരനെ ഞങ്ങൾ കണ്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗ്രൂപ്പ് മാറി രക്തം നൽകിയതിനെ തുടർന്ന് നിലവഷളായ രോഗി മരിച്ചു. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ശ്രീകുമാർ. എന്നാൽ വെള്ളിയാഴ്ച രാത്രിയിലാണ് രക്തം മാറി നൽകിയെന്ന പരാതി ഉയർന്നത്. O നെഗറ്റീവ് രക്തത്തിനു പകരം O പോസിറ്റീവ് നൽകിയെന്നാരോപിച്ച് ബന്ധുക്കൾ ബഹളം വച്ചു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ശ്രീകുമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്.